Dear students, Unit 8 Redox reactions ഇന്ന് നമ്മൾ നോക്കുന്നത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ ഇൻ കോപ്പർ മെറ്റൽ ആൻഡ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പോൾ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ എങ്ങനെ ഒരു മെറ്റലിൻ്റെയും അതിൻ്റെ ഒരു സൊല്യൂഷനിൽ എങ്ങനെ നടക്കും, അതിലേതിനാണ് ഓക്സിഡേഷനും ഏതിനാണ് റിഡക്ഷനും നടക്കുന്നത് എന്ന് എങ്ങനെ നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ ആ ഓർഡർ വെച്ചിട്ട് പറയാമെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ലിഥിയം തൊട്ട് ഫ്ലൂറിൻ വരെയുള്ള എലമെൻറ്റ്സ്, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഹൈഡ്രജൻ, സീറോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുള്ള സീറോ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഓർഡർ കറക്റ്റ് ഒന്ന് എല്ലാ മെറ്റൽസിൻ്റെയും ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിഡോക്സ് കപ്പിൾ തന്നു കഴിഞ്ഞാൽ, അതായത് ഒരു സൊല്യൂഷൻ, അത് ഇവിടെ തന്നിരിക്കുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും അതിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കോപ്പർ മെറ്റലുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെറ്റലായിട്ട് വരുന്നത് കോപ്പറും പിന്നെ സിൽവറുമാണ്. അപ്പോൾ ആ ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ കോപ്പറിൻ്റെയും സിൽവറിൻ്റെയും പൊസിഷൻ നോക്കിയിട്ടാണ് ഇതിലേത് മെറ്റലിന് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കോപ്പറാണ് സിൽവറിനേക്കാളും തൊട്ട് മുകളിൽ, ഏറ്റവും മുകളിൽ വന്നിരിക്കുന്നത്. നമ്മൾ കോപ്പറിൻ്റെയും സിൽവറിൻ്റെയും ആ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ കോപ്പറാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ആദ്യം വന്നിരിക്കുന്നതായിട്ട് ആ ഓർഡർ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ സിൽവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ ആ ഓർഡർ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ആദ്യം വന്നിരിക്കുന്ന മെറ്റൽ ഏതാണോ ആ മെറ്റലിനായിരിക്കും ഓക്സിഡേഷൻ നടക്കുക. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓക്സിഡേഷൻ നടക്കാനുള്ള ചാൻസ് ആ ഹയർ ലെവലിൽ വന്നിരിക്കുന്ന മെറ്റൽസിനാണ്. അപ്പോൾ ലോവർ ലെവലിൽ വന്നിരിക്കുന്നതിന് റിഡക്ഷൻ ആണെന്നും പറഞ്ഞായിരുന്നു. നമുക്കറിയാം കോപ്പർ മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോപ്പർ മെറ്റലിനൊരു ബ്രൗൺ കളറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഗോൾഡൻ ബ്രൗൺ കളർ പോലെ കളറാണ് സിൽവർ നൈട്രേറ്റിനുള്ളത്, അല്ലെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ കളർ. അങ്ങനെ ഒരു കളറുള്ള ഒരു സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും അതിൽ ഡിപ്പ് ചെയ്ത് കോപ്പർ മെറ്റലുമാണ് ഫസ്റ്റ് വെച്ചിരിക്കുന്നത്, കാണിച്ചേക്കുന്നത്. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ പതുക്കെ ആ സൊല്യൂഷന് ബ്ലൂ കളർ വരാൻ തുടങ്ങും. നമുക്കറിയാം കോപ്പർ 2+ അയോൺ ആയി മാറിക്കഴിയുമ്പോഴാണ് അതിന് ബ്ലൂ കളർ കിട്ടുന്നത്. അപ്പോൾ പതുക്കെ ഈ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് കോപ്പറിൻ്റെ പ്രസൻസ് വരാൻ തുടങ്ങി എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് ആ കോപ്പർ മെറ്റൽ പതുക്കെ ആ സൊല്യൂഷനിലേക്ക് ഇറങ്ങി അത് കോപ്പർ +2 അയോൺ ആയിട്ട് മാറും. അതായത് കോപ്പറിന് ഓക്സിഡേഷൻ നടന്നു, അതായത് ഓക്സിഡേഷൻ നടന്നാലേ കോപ്പർ 2+ അയോൺ ആയിട്ട് മാറുള്ളൂ. അങ്ങനെയാണ് ഈ സൊല്യൂഷൻ പതുക്കെ എന്ത് സംഭവിക്കുക, ബ്ലൂ കളർ ഇൻറ്റൻസ് ചെയ്ത് വരിക. അങ്ങനെ ലാസ്റ്റ് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ്റെ നിറം ഫുള്ളായിട്ട് ഇൻറ്റൻസ് ബ്ലൂ കളറായിട്ട് മാറും. അതേപോലെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന ആ പാർട്ടിലുള്ള നമ്മുടെ കോപ്പർ മെറ്റൽ എന്തായിട്ട് ചേഞ്ച് ചെയ്യും, സിൽവർ ആയിട്ട് മാറും. അതായത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ Ag അയോണ് സിൽവർ 0 ആയിട്ട് മാറും. അങ്ങനെ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ സിൽവറിന് എന്ത് സംഭവിച്ചു, റിഡക്ഷൻ നടന്നു, കോപ്പറിന് ഓക്സിഡേഷനും നടന്നു. അപ്പോൾ നമ്മൾ ആ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് മെറ്റലാണ് നമ്മൾ എടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ സിൽവറും സെക്കൻഡ് നമ്മൾ കോപ്പറുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഓർഡറിൻ്റെ അകത്ത് ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ കോപ്പറാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. കോപ്പറും സിൽവറും നോക്കിക്കഴിഞ്ഞാൽ കോപ്പറാണ് ആദ്യം വന്നിരിക്കുന്നത്. അതുകൊണ്ട് കോപ്പറിന് ഓക്സിഡേഷൻ നടക്കുമെന്ന് ഉറപ്പിക്കാം. അപ്പോൾ കോപ്പർ 2+ അയോണായി മാറും. അതേപോലെ അതാണ് ഈ ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്നത്. കോപ്പർ 2+ അയോണായിട്ട് ചേഞ്ച് ചെയ്ത് 2 ഇലക്ട്രോൺ റിലീസ് ചെയ്തു. നമുക്കറിയാം ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ കോപ്പർ 2+ ആകാൻ 2 ഇലക്ട്രോൺ ലോസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കോപ്പറിന് ഓക്സിഡേഷൻ നടന്നു. അതായത് കോപ്പർ ഓക്സിഡൈസ് ചെയ്ത് കോപ്പർ 2+ ആയിട്ട് മാറി. ഇനി ആ സിൽവർ നൈട്രേറ്റ് അയോൺ എന്ന് പറയുന്നത് Ag+ അയോൺ ആണ്. Ag+ അയോണ് Ag മെറ്റലായിട്ട് മാറി. അതാണ് റിഡക്ഷൻ നടന്നിരിക്കുന്നത്. അതായത് റിഡക്ഷൻ എന്താണ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ സിൽവർ അയോൺ എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്താണ് സിൽവർ മെറ്റലായിട്ട് ചേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു, ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ല, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ നടന്ന് സിൽവർ അയോൺ സിൽവർ ആയിട്ട് ചേഞ്ച് ചെയ്തു. അങ്ങനെ സിൽവർ അയോൺ റെഡ്യൂസ് ചെയ്ത് സിൽവർ മെറ്റലായിട്ട് മാറി. അപ്പോൾ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ സൊല്യൂഷനിൽ പതുക്കെ ബ്ലൂ കളർ വരാനുള്ള കാരണം എന്താണ്,
കോപ്പർ 2+ അയോൺ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ് ആ സൊല്യൂഷനിൽ. അപ്പോൾ ഈ കോപ്പർ 2+ അയോണിൻ്റെയാണ് ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത്. അങ്ങനെ സൊല്യൂഷനിലെ ആ കളറ് ബ്ലൂ ആയിട്ട് മാറി. അങ്ങനെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ഒരു റിഡോക്സ് റിയാക്ഷൻ നടന്നു. അതായത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും ഈ ഒരു കേസിൽ നടന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഏത് മെറ്റലിനെ വേണമെങ്കിലും മാറ്റി ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ ഓർഡർ നോക്കിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ മെറ്റൽസ് രണ്ടും എടുത്ത് നോക്കുക. ആ മെറ്റൽ ആ ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഏത് മെറ്റലാണ് വന്നിരിക്കുന്നത് ആ മെറ്റലിന് ഓക്സിഡേഷനും രണ്ടാമത് വരുന്ന മെറ്റലിന് റിഡക്ഷനും എന്നുള്ള കേസാണ് എടുക്കേണ്ടത്. ഇനി നമുക്കൊരു എക്സാമ്പിളൂടെ അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കൊബാൾട്ട്, മെറ്റാലിക് കൊബാൾട്ട് നിക്കൽ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന കേസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് പഠിച്ചിട്ടുണ്ട്. ആ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നമ്മൾ കൊബാൾട്ടിൻ്റെയും നിക്കലിൻ്റെയും പ്ലേസ് എവിടെയാണെന്ന് നോക്കണം. ഫസ്റ്റ് നിക്കലും കൊബാൾട്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൊബാൾട്ടാണ് ആ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ആദ്യം വരുന്ന മെറ്റൽ എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് നിക്കൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൊബാൾട്ടിന് ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുക. അപ്പോൾ കൊബാൾട്ട് 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത് കോബാൾട്ട് 2+ അയോണായിട്ട് ചേഞ്ച് ചെയ്യും. അതായത് കോബാൾട്ടിന് ഓക്സിഡേഷൻ നടന്നു. അപ്പോൾ കോബാൾട്ട് ഓക്സിഡൈസ് ചെയ്ത് കോബാൾട്ട് 2+ അയോണായിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഇനി നിക്കൽ 2+ അയോൺ ഉണ്ട്. ഈ നിക്കൽ 2+ അയോൺ എന്ന് പറയുന്നത് നമ്മുടെ നിക്കൽ സൾഫേറ്റ് സൊല്യൂഷൻ്റെ അയോണിനെയാണ് നമ്മൾ നിക്കൽ 2+ അയോൺ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ നിക്കൽ 2+ അയോൺ പതുക്കെ ഈ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് നിക്കൽ മെറ്റലായിട്ട് മാറും. അങ്ങനെ നിക്കൽ 2+ അയോണിന് റിഡക്ഷൻ നടന്നു. നിക്കൽ 2+ റെഡ്യൂസ് ചെയ്ത് നിക്കൽ മെറ്റലായിട്ട് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഒരു ചേഞ്ചാണ് നമുക്ക് ഈ നിക്കലും കൊബാൾട്ടും എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കോപ്പറും സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനുമാണ് എടുത്തത്. രണ്ടാമത്തെ കേസിൽ കൊബാൾട്ട് മെറ്റലും നിക്കൽ സൾഫേറ്റ് സൊല്യൂഷനും. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഈസിയാണ്. നമ്മൾ ആ ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ആ ഓർഡർ, മെറ്റൽസിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഏത് മെറ്റലിന് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുമെന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ആ ഓർഡർ ഒന്നും എല്ലാവരും കാണാതെ പഠിക്കുക. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റനിൽ വേറെ മെറ്റൽസ് എടുത്ത് ചോദിച്ചെന്ന് വരാം. ഇത് തന്നെ ചോദിക്കത്തില്ല, ചിലപ്പോൾ മാറിയായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ആ ഡാനിയൽസെല്ലിൻ്റെ കേസായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ ഓരോ കേസിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓക്സിഡേഷനും റിഡക്ഷനുമാണ്. ആ മെറ്റൽസിൻ്റെ പ്ലേസ് എവിടെയാണ് ആ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ വരുന്നത് എന്ന് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ആ കേസിൽ ഏതിനാണ് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ ഏകദേശം നമ്മുടെ ഈ ചാപ്റ്റർ കഴിയാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു റിയാക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച ഏകദേശം കുറേ കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് പി ബി എന്ന് പറഞ്ഞാൽ ലെഡ്, പി ബി പ്ലസ് ഇക്വേഷൻ ഇതാ തന്നിരിക്കുന്നത് PB + PbO2 + 2H2SO4 giving 2PbSO4 + 2H2. ഇവിടെ ഒരു റിഡോക്സ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കുറേ ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഈ ഒരു ഇക്വേഷനിൽ ഏത് സബ്സ്റ്റൻസ് ആണ് ഓക്സിഡൈസ് ചെയ്യപ്പെട്ടത്, അതായത് ഓക്സിഡേഷൻ നടന്നത് ഏതിനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏത് സബ്സ്റ്റൻസ് ആണ് റെഡ്യൂസ് ചെയ്യപ്പെട്ടത്, വിച്ച് ദ സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ്. തേർഡ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതിനാണോ റിഡക്ഷൻ നടന്നത് അതിനെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുക. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്. റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്, ഓക്സിഡേഷൻ നടന്ന ആർക്കാണോ അതിനെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ അതിന് വേണ്ടി ഈ ഇക്വേഷനിലെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം ഈ ഇതിനകത്തെ മെറ്റൽസിൽ. അപ്പോൾ ഏത് മെറ്റലിനാണ് ഓക്സിഡേഷൻ നമ്പറിൻ്റെ ഇൻക്രീസും ഡിക്രീസും വന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അകത്തുനിന്ന് ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും അതേപോലെ ഓക്സിഡൈസ് ചെയ്ത സബ്സ്റ്റൻസ് ഏതാണെന്നും റെഡ്യൂസ് ചെയ്യപ്പെട്ട സബ്സ്റ്റൻസ് ഏതാണെന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിന് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്തെ PB എന്ന് പറയുന്നത് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലെഡ് 0 ഫ്രീ മെറ്റലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ PBയുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. ഇനി PbO2 നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് PbO2ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുമ്പോൾ.
അടുത്തത് നമ്മൾ എടുക്കുന്നത് H2SO4 നോക്കിയാലും കുഴപ്പമില്ല. +4 PbO2 എടുത്തു. പിന്നെ PbSO4 നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്, +2 ആണ്. അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള ഇതിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്നത് PB 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് +2 ആയിട്ടുണ്ട്. അതേപോലെ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് +2 ആയിട്ട് ഡിക്രീസും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും സെയിം മെറ്റലിന് തന്നെയാണ് ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ ഒരു റിഡോക്സ് റിയാക്ഷൻ്റെ ടൈപ്പിൽ നമ്മൾ പഠിച്ചിരുന്നു. അത് നമ്മൾ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു എലമെൻറ്റ് തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടുകയും റെഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മുടെ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിൻ്റെ അകത്ത് PBയും PbO2 പിന്നെ PbSO4 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് +2 ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത് എന്തായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും. അതായത് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് 0ൽ നിന്ന് +2ലേക്ക്. അപ്പോൾ PB +2 ആയിട്ട് മാറുന്നത്, PB0 PB +2 ആയിട്ട് മാറുന്നത് ഓക്സിഡേഷൻ്റെ എക്സാമ്പിളും, അതേപോലെ PbO2 അതായത് PbO2ൽ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് +2ലേക്ക് ചേഞ്ച് ചെയ്യുന്നത് റിഡക്ഷൻ്റെയും എക്സാമ്പിളാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ദ സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഓക്സിഡൈസ് ചെയ്യപ്പെട്ടത് ആരാണ്? ഓക്സിഡേഷൻ നടന്നത് ഈ PBക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ PB ആണ് ദ സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ് എന്ന് പറയുന്നത്. അതേപോലെ സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? PbO2ൽ PB മെറ്റലായിരിക്കും റെഡ്യൂസ് ചെയ്യപ്പെട്ടത്. അതായത് +4ൽ നിന്ന് +2ലേക്ക് ചേഞ്ച് വന്ന മെറ്റൽ ഏതാണോ അതിനെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യപ്പെട്ട സബ്സ്റ്റൻസ് എന്ന് പറയപ്പെടുന്നത്. ഇനി നമ്മൾ എടുക്കുന്നത് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ നടന്നത് ഏതിനാണോ അതിനെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയും. ഇപ്പോൾ റിഡക്ഷൻ നടന്നിരിക്കുന്നത് PbO2 PbSO4 ആയ ആ ഒരു റിയാക്ഷനാണ്. അപ്പോൾ PbO2ലെ PBക്കാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് വിളിക്കുന്നത്. റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നതോ ഈ PB മെറ്റൽ, അതിനാണ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ നടന്നതിനാണ്. PB0ൽ നിന്ന് PB +2ലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മുടെ ഓക്സിഡേഷൻ റിയാക്ഷൻ. അപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്നത് ഏതിനാണോ അതിനെ നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്നാണ് വിളിക്കുക. ഇനി അവസാനം ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വാട്ട് ഈസ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ? അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ തന്നിരിക്കുന്ന ഒരു മെറ്റലിന് തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിട്ടുണ്ട് ലെഡിന്, PBക്ക്. അതുകൊണ്ട് ഈ ഒരു റിയാക്ഷനെ, ഈ ടൈപ്പ് റിയാക്ഷനെയാണ് നമ്മൾ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ ഓക്സിഡേഷൻ എന്താ, റിഡക്ഷൻ എന്താ, ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താ, റെഡ്യൂസിങ് ഏജൻറ്റ് എന്താ, ഇത്രയും കാര്യം അറിയാമെങ്കിലേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ റിഡോക്സ് റിയാക്ഷൻ റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി. നമ്മൾ റിഡോക്സ് റിയാക്ഷൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്ന കാര്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ റിഡോക്സ് റിയാക്ഷൻ ഇൻ എ ഡാനിയൽ സെൽ. നമ്മൾ ഡാനിയൽ സെല്ല് പഠിച്ചതാണ്. അതിൻ്റെ അകത്ത് സിങ്കും കോപ്പറുമാണ് ഉള്ളത്. അപ്പോൾ സിങ്ക് മെറ്റൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലും കോപ്പർ മെറ്റൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡാനിയൽ സെൽ എന്ന് പറയുക. അതിൻ്റെ അകത്ത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു കഴിയുമ്പോഴാണ് റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നത്. സോൾട്ട് ബ്രിഡ്ജിൻ്റെ കേസൊക്കെ നമ്മളവിടെ പറഞ്ഞതാണ്. അപ്പോൾ ഈ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്ന ഡാനിയൽ സെല്ലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിങ്ക് + കോപ്പർ 2+ ഗിവിങ് സിങ്ക് 2+ കോപ്പർ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, ഡാനിയൽ സെല്ലിൻ്റെ ഇക്വേഷൻ. സിങ്ക് 2+ ആയി മാറുന്നത് ഓക്സിഡേഷനും കോപ്പർ 2+ കോപ്പറായിട്ട് ചേഞ്ച് ചെയ്യുന്നത് റിഡക്ഷനുമാണ് നമ്മൾ കണ്ടതാണ്. ഇനി അതിൽ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വെൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സ്റ്റോർഡ് ഇൻ അയൺ വെസൽ ദ ബ്ലൂ കളർ ചേഞ്ചസ് ടു പെയിൽ ഗ്രീൻ. അപ്പം നമ്മളൊരു കേസ് എടുക്കുകയാണെങ്കിൽ കോപ്പർ സൾഫേറ്റിൻ്റെ കളർ നമുക്കറിയാം, ബ്ലൂ കളറാണ്. അപ്പോൾ നമ്മൾ ഈ കോപ്പർ സൾഫേറ്റിനെ അയൺ വെസലിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളർ പതുക്കെ ഗ്രീൻ കളറായിട്ട് ചേഞ്ച് ചെയ്യും. ഡു യു അഗ്രി വിത്ത് ഇറ്റ്? ജസ്റ്റിഫൈ.
അപ്പം നമുക്ക് ഇതൊരു കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒരു അയൺ വെസലിൽ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച ഒരു കാര്യം തന്നെയാണ്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ അവിടെ നടക്കും, റിഡോക്സ് റിയാക്ഷൻ. നമ്മൾ കോപ്പർ സൾഫേറ്റിൻ്റെ കേസും എടുക്കുക, അതേപോലെ അയൺ മെറ്റലിൻ്റെ കേസും എടുക്കുക. നമ്മളിവിടെ നോക്കേണ്ടത് ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ അയണിൻ്റെയും കോപ്പറിൻ്റെയും പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അത് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ അയണിന് ഓക്സിഡേഷൻ നടക്കും, കോപ്പർ 2+ റിഡക്ഷനും നടക്കും. അപ്പോൾ ഈ അയണിന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ പതുക്കെ അയൺ എന്തായിട്ട് മാറും? അയൺ സൾഫേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അതേപോലെ കോപ്പർ സൾഫേറ്റ് കോപ്പറായിട്ടും ചേഞ്ച് ചെയ്യും. അയണിന് ഓക്സിഡേഷൻ നടന്നിട്ടാണ് ഇവിടെ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ നടന്നിട്ടാണ് അയൺ FeSO4 ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അതേപോലെ കോപ്പർ സൾഫേറ്റിന് റിഡക്ഷൻ നടന്നിട്ടാണ് കോപ്പർ മെറ്റലായിട്ട് അത് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ ബ്ലൂ കളറുള്ള സൊല്യൂഷൻ്റെ കളറ് പതുക്കെ ഗ്രീൻ കളറായിട്ട് ചേഞ്ച് ചെയ്യും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, FeSO4 എന്ന് പറയുന്നത് ഫെറസ് സൾഫേറ്റ് ആണ്. ഈ ഫെറസ് സൾഫേറ്റിൻ്റെ കളറാണ് ഈ പെയിൽ ഗ്രീൻ എന്ന് പറയുന്നത്. കോപ്പർ സൾഫേറ്റിൻ്റെ കളറ് ബ്ലൂ കളർ. അപ്പോൾ ഇങ്ങനെയൊരു റിഡോക്സ് റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ പതുക്കെ ഈ കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളർ ഗ്രീൻ കളറായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് പഠിച്ച കേസാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന കോപ്പറും അയണുമാണ്. രണ്ട് മെറ്റൽസിൻ്റെയും പൊസിഷൻ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ എവിടെയാണെന്ന് നോക്കുന്നു. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് അയൺ ആയതുകൊണ്ട് അയണിന് ഓക്സിഡേഷനും കോപ്പറിന് റിഡക്ഷൻ നടക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൻ്റെ ഇക്വേഷന് എഴുതിയാണ് റീസൺ കണ്ടുപിടിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റിഡോക്സ് റിയാക്ഷൻ ക്യാൻ ബി കൺസിഡർഡ് ആസ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ. In an experiment, a copper rod is dipped in silver nitrate solution. What happens to the color of this solution and why? നമ്മളിപ്പോൾ പഠിച്ച കാര്യമാണ്. ഈ കോപ്പർ സൾഫേറ്റ് കോപ്പർ മെറ്റൽ സിൽവർ നൈട്രേറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോപ്പർ 2+ ആയിട്ട് ചേഞ്ച് ചെയ്യും. അതേപോലെ സിൽവർ നൈട്രേറ്റ് സിൽവർ മെറ്റലായിട്ടും ചേഞ്ച് ചെയ്യും. ഇവിടെ സംഭവിക്കുന്നത് കോപ്പറിന് ഓക്സിഡേഷനും സിൽവറിന് റിഡക്ഷനുമാണ് നടക്കുന്നത്. അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഐഡൻറ്റിഫൈ ദ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. നമ്മൾ പറഞ്ഞു കോപ്പറിന് ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ കോപ്പർ എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജൻറ്റും, സിൽവർ നൈട്രേറ്റിന് റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ സിൽവർ എന്ന് പറയുന്നതിന് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ടും ആയിരിക്കും ആക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ K2Cr2O7, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആൻഡ് ഫോസ്ഫറസ് ഇൻ H2P2O5. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്ത എക്സാമ്പിളാണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിലെ ക്രോമിയത്തിൻ്റേത് +6ഉം അതേപോലെ H2P2O5 ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4ഉമാണ്. നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ക്രോമിയത്തിൻ്റെയും പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മുടെ ആൽക്കലി മെറ്റൽ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. അപ്പോൾ ആൽക്കലി മെറ്റൽസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമ്പർ കൊടുക്കുക, അതേപോലെ ഓക്സിജൻ്റെ -2 കൊടുക്കുക. ടോട്ടൽ നമുക്ക് +6 എന്നുള്ളത് നമ്മൾ ചെയ്തതാണ് ക്രോമിയത്തിൻ്റേത്. അതേപോലെ H2P2O5 കേസും നമ്മൾ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ്റെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം നമുക്ക് ഹൈഡ്രജൻ എന്ന് പറയുന്ന 9th ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.